ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബലദ് ആയത്ത് നമ്പർ 19. വല്ലദീന കഫറൂ ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ. നമ്മുടെ സൂക്തങ്ങളെ നിഷേധിച്ചവർ അവർ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. വല്ലദീന കഫറു നിഷേധിച്ചവർ ബി ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ ഹും അവർ അസ്ഹാബുൽ മശ്അമ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. 19ാമത്തെ ആയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി ഇതിന്റെ പദാനുപദ അർത്ഥം പരിശോധിക്കാം. വാവ് അത്ഫിന്റെ ഹർഫാണ്. അല്ലദീന ഇസ്മു മൗസൂലയാണ്. കഫറ കഫറ കഫറൂ നമ്മൾക്ക് പരിചയമുള്ള കലിമത്താണ്. കഫറ എന്നത് മാദി, അതിന്റെ ദ്വിവചനമാണ് കഫറ എന്നത്, അതിന്റെ ബഹുവചനമാണ് കഫറൂ. മാദിയ ഫേലാണ്. കഫറയുടെ മറ്റു രൂപങ്ങളൊക്കെ നേരത്തെ സൂറത്തുൽ കാഫിറൂൻ പഠിച്ചപ്പോൾ നാം പഠിച്ചിട്ടുണ്ട്. ആ സൂറ ഒന്നുകൂടി നാം കേൾക്കുന്നത് നന്നാണ്. വല്ലദീന കഫറു, വല്ലദീന കഫറു നിഷേധിച്ചവർ, അല്ലദീന കഫറു നിഷേധിച്ചവർ, ബി ആയാത്തിന, ബി ഹർഫു ജർ, ബി ആയാത്തിന ആയത്ത് എന്നതിന്റെ ബഹുവചനമാണ് ആയാത്ത്. ആയത്തുൻ ആയാത്തുൻ. ബി ആയാത്തിന നമ്മുടെ ആയത്തുകൾ, നമ്മുടെ ആയത്തുകളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചവർ. ആയാത്തിന എന്നതിൽ 2 കലിമത്തുണ്ട്. ഒന്ന് ആയാത്ത്, രണ്ടാമത്തെ നാ എന്ന ലമീർ. അതുകൊണ്ടാണ് നമ്മുടെ എന്നർത്ഥം വന്നിട്ടുള്ളത്. ആയാത്തിന നമ്മുടെ ആയത്തുകൾ. വല്ലദീന കഫറു ബി ആയാത്തിന ഹും അവർ. ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്. ഹും അവർ, അവരുണ്ടല്ലോ, അസ്ഹാബുൽ മശ്അമ. അസ്ഹാബിനെ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല, നമുക്കറിയാം. അസ്ഹാബ് സാഹിബിന്റെ ബഹുവചനം അസ്ഹാബ്. അൽ മശ്അമ ഈ പദമാണ് നമുക്ക് ഈ ആയത്തിൽ പുതിയതായി പഠിക്കാനുള്ള പദം. കഴിഞ്ഞ ആയത്തിൽ മൈമനത്ത് പഠിച്ചതുപോലെ ഈ ആയത്തിൽ അതിന്റെ നേരെ ലിദ്ദായിട്ടുള്ള, നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന പദമാണ് മശ്അമത്ത്. അപ്പൊ മൈമനത്തിന്റെ ലിദ്ദാണ്, ഓപ്പോസിറ്റ് പദമാണ് മശ്അമത്ത്. മൈമനത്ത് മശ്അമത്ത്. പദത്തിൽ ഒരു, അതിന്റെ ആ രൂപഘടനയിൽ ഒരു രൂപത്തിൽ നമുക്ക് ഒരു അതിന്റെ വസിന് ഒരേ വസിനായിട്ട് തോന്നും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മസ്റബത്ത് മത്തറബത്ത് മക്റബത്ത് അതേപോലെ തന്നെയാണ് മശ്അമത്തും. അപ്പൊ മശ്അമത്ത് എന്നതാണ് നമുക്ക് പഠിക്കാനുള്ള പുതിയൊരു കലിമത്ത് എന്ന് പറയുന്നത്. മശ്അമത്തിന്റെ അർത്ഥമാണ് ഇടത് ഭാഗത്തെ സൂചിപ്പിക്കാൻ മശ്അമത്ത് എന്ന് പറയാറുള്ളത് പോലെ തന്നെ അശുദ്ധത്തെ, ദൗർഭാഗ്യത്തെ സൂചിപ്പിക്കാനും മശ്അമത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. നേരത്തെ മൈമനത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ നേരെ എതിരർത്ഥങ്ങളിലുള്ള സംഗതികളാണ് മശ്അമത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശുഉമ് എന്ന കലിമത്തിൽ നിന്നാണ് മശ്അമത്ത് എന്ന കലിമത്ത് വന്നിട്ടുള്ളത്. അശുഭം, ദുർലക്ഷണം, നിർഭാഗ്യം എന്നൊക്കെയാണ് ശുഉമിന്റെ അർത്ഥം. ശഅമ യശ്അമു ശഅമൻ. ശഅമ യശ്അമു ശഅമൻ ക്രിയാരൂപം പറയാണ്. ശഅമ മാലി, യശ്അമു അതിന്റെ മുദാരി. ശഅമൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഭാഗ്യദോഷം വരുത്തുക. എന്നാൽ ശഉമ എന്ന മാലി വരുമ്പോൾ അർത്ഥം അശുഭകരമാവുക. ശഉമ യശ്ഉമു ശഅമതൻ എന്ന് പറഞ്ഞാൽ അശുഭകരമാവുക എന്നതാണ്. ഏതായിരുന്നാലും അസ്ഹാബുൽ മശ്അമ, മശ്അമത്തിന്റെ ആളുകൾ എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 2
അർത്ഥം ഇവിടെയും നേരത്തെ വലതു ഭാഗത്തെ സൂചിപ്പിക്കുവാനും സൗഭാഗ്യത്തെ സൂചിപ്പിക്കുവാനും മൈമനത്ത് എന്ന പദം ഉപയോഗിക്കുമെന്നതുപോലെ തന്നെ മഷ്അമത്ത് എന്ന പദം ഇടതു ഭാഗത്തെ സൂചിപ്പിക്കുവാനും ദൗർഭാഗ്യം, ദുശകുനം എന്നീ അർത്ഥങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ദൗർഭാഗ്യത്തെയും ദുശകുനത്തെയും സൂചിപ്പിക്കുവാൻ വേണ്ടി മഷ്അമത്ത് എന്ന പദം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇടതു ഭാഗം എന്ന അർത്ഥത്തിലും മഷ്അമത്ത് എന്ന പദം ഉപയോഗിക്കുന്നു. അറബികൾ ഭാഷയിൽ നേരത്തെ മൈമനത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇടതു ഭാഗത്തെ അവർ ദൗർഭാഗ്യത്തിന്റെ ദുശകുനത്തിന്റെ പര്യായമായാണ് പരിഗണിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് അവര് ഇടതു ഭാഗത്തെ അല്ലെങ്കിൽ ഇടതു പക്ഷത്തെ ദൗർബല്യത്തിന്റെയും നിന്ദ്യതയുടെയും ചിഹ്നമായി കരുതി പോന്നിരുന്നു. ഇഷ്ടമില്ലാത്ത ആളുകളെ ഇടതുഭാഗത്ത് നിർത്തുക എന്ന് പറയുന്നത് അവർക്കിടയിൽ ഉള്ള ഒരു കാര്യമാണ്. അപ്പോ ഇവിടെ അവർക്കിടയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഭാഷയിൽ അറബികൾ എന്തെല്ലാമാണോ അവരുടെ ഭാഷയിൽ അർത്ഥമാക്കിയിട്ടുള്ളത്, അവർ പ്രയോഗിക്കാറുണ്ട് ഉള്ളത്, അതൊക്കെ നമുക്കിവിടെ ഈ മഷ്അമത്ത് കൊണ്ട് ഉള്ള ഉദ്ദേശത്തിൽ മനസ്സിലാക്കാം. ആയത്തിൽ അസ്ഹാബുൽ മഷ്അമത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം അല്ലാഹുവിങ്കിൽ നിന്ദിതരാക്കപ്പെടുന്ന ആളുകൾ, അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടാത്ത ആളുകൾ ആരാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൗർഭാഗ്യവാന്മാർ ആരാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളിലൊന്നും വിശ്വാസത്തിന്റെയും ദീനിന്റെയും താല്പര്യമായി വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന മനുഷ്യന്റെ വിമോചനത്തിന് സഹായകമാകുന്ന ആ ദീനിനെ, അതിനെ യഥാർത്ഥ രീതി അവതരിപ്പിക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളാനും അതിന് സാക്ഷ്യം വഹിക്കാനും തയ്യാറാകാത്ത ആ കാര്യങ്ങളെയൊക്കെ തന്നെ നിരാകരിച്ച് നിഷേധിച്ച്, അതാണ് ആയാത്തിനെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ് ദൗർഭാഗ്യവാന്മാരാണ് അവർ, അല്ലാഹുവിങ്കിൽ നിന്ദിതരാക്കപ്പെടുന്നവരാണ് അവർ, അസ്ഹാബുൽ മഷ്അമത്താണ് അവർ, ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് അവർ എന്ന് ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ മഷ്അമയിൽ ഉൾപ്പെടുന്നതിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്ഹാബുൽ മൈമനയുടെ ആളുകളായി ഈ ലോകത്ത് നിലനിൽക്കൊള്ളാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പൊ ഈ രണ്ടായത്തുകളിലൂടെ ഒന്ന് അസ്ഹാബുൽ മൈമന, മറ്റൊന്ന് അസ്ഹാബുൽ മഷ്അമ. നേരത്തെ അസ്ഹാബുൽ മൈമനയുമായി ബന്ധപ്പെട്ട അവരുടെ സവിശേഷതകൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ നേരെ എതിർഭാഗത്ത് നിൽക്കുന്നതാണ് അസ്ഹാബുൽ മഷ്അമയുടെ, അതിലെ ഓരോ അംഗങ്ങളുടെയും സവിശേഷതകൾ എന്ന് മനസ്സിലാക്കുക. ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ വിലയിരുത്താൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.